ഉസ്താദന്മാരാ ഇപ്പൊ രാജാക്കന്മാരെ പോലെ ജീവിക്കണേ. ഇപ്പൊ AP ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ തന്നെ ചിന്തിച്ചത് പറയട്ടെ. അതല്ലേ പറഞ്ഞത്, ആലിമീങ്ങളെ കുറിച്ചടോ, ആലിമീങ്ങളാടോ ഇന്ന് രാജാക്കന്മാരെ പോലെ ജീവിക്കണത്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ഈ ഇരിക്കണ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നല്ലോ, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നിങ്ങൾ എത്ര പേര് ഇവിടെ ഇരിക്കുന്നല്ലോ. ഞാൻ ചോദിക്കുന്നു, ഈ ഇരിക്കുന്നതിൽ പണക്കാരനുണ്ട്, കോടീശ്വരന്മാരുണ്ട്, ഇല്ലേ? അള്ളാഹു ഒരുപാട് സമ്പത്ത് തന്നവരുണ്ട്, ജോലി കൂലി കലയടക്കുന്നവരുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? നിങ്ങൾക്കറിയാം, നിങ്ങൾ പറയല ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇല്ലേ പറയട്ടെ, ഇരിക്കണ എല്ലാം കാശാരന്മാരല്ല. അള്ളാഹുവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? നിങ്ങളെന്ത് ഇങ്ങനെ ഇരിക്കണേ? വെടികൊണ്ടതുവരിക്കും ദഹിക്കണില്ല. ഇവിടെ എല്ലാ ദിവസവും ഇറച്ചീനാണ് ആരാ ഉള്ളേ? ഏറ്റവും നല്ല മീൻ കഴിക്കണ ആരാ ഉള്ളേ? ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും കുറച്ച ശമ്പളം ആർക്കാ ഉള്ളേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? ഏറ്റവും കുറഞ്ഞ ശമ്പളം ആർക്കാ ഉള്ളേ? ഇവിടെ ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം കൂലി ഇവിടെ മറ്റേ നമ്മുടെ നാട്ടിലൊക്കെ കിളയ്ക്കാൻ പോണേ അങ്ങായിക്കണ്ട അതിനേക്കാളും ശമ്പളം. ഏറ്റവും ചെറിയ ശമ്പളം ഉസ്താദിനാ. ഉസ്താദിന്റെ ശമ്പളമൊക്കെ കാണണം 17, 17, 15, 20 ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്താ ഉസ്താദ് എല്ലാം ചെയ്യേണ്ടത്. പക്ഷെ ഉസ്താദിന് ഏറ്റവും ചെറിയ ശമ്പളം, ആ ഏറ്റവും ചെറിയ ശമ്പളമുള്ള മനുഷ്യനാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതാ പറഞ്ഞ മക്കളെ ഉസ്താദ്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ. അന്ന് വന്നപ്പോൾ പറയൂ, ഉസ്താദോ അയ്യോ അയ്യോ ചെറിയ ശമ്പളം, വിദ്യാഭ്യാസമില്ല, അങ്ങേരെ കൂടെ ജീവിച്ച. എടാ ഉസ്താദന്മാരാ ഇപ്പൊ രാജാക്കന്മാരെ പോലെ ജീവിക്കണേ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ AP ഉസ്താദിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ തന്നെ ചിന്തിച്ചത് പറയട്ടെ. അതല്ലേ പറഞ്ഞത്, ആലിമീങ്ങളെ കുറിച്ചടോ, ആലിമീങ്ങളാടോ ഇന്ന് രാജാക്കന്മാരെ പോലെ ജീവിക്കണത്. അള്ളാഹു ഇസ്സത്ത് നിലനിർത്തി തരുമാറാകട്ടെ. ആ കാലഘട്ടമൊക്കെ മാറി ഇങ്ങനെ ഓച്ചാനിച്ചിരിക്കണ കാലമൊക്കെ. ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന ഉസ്താദന്മാർക്കാ അല്ലേ? അപ്പൊ അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് 5 നേരം നിസ്കരിക്കുന്നവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു തരൂന്ന. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങളൊക്കെ എന്നോട് ചോദിക്കണ ഒരു ചോദ്യം, സിറാജെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ, സിറാജെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് എന്തേ അള്ളാഹ് ഞങ്ങൾക്കും തരാത്തെ? അതൊരു ചോദ്യ, അതൊരു വല്ലാത്ത ചോദ്യ. ഉസ്താദന്മാര് നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങളും നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നല്ല മട്ടനും മന്തിയും നെഹദിയും മഹദിയൊക്കെ, ഞങ്ങൾക്ക് എന്താ ഇതൊന്നും ഇല്ലാത്ത? ഒറ്റ വ്യത്യാസമുണ്ട്. ഉസ്താദും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉസ്താദ് 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കും, നിങ്ങൾ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. എത്ര വ്യത്യാസമേ ഉള്ളൂ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ വ്യത്യാസം? എന്താ? ഉസ്താദ് എപ്പോഴാണ് നിസ്കരിക്കണേ? നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കണേ? ഞാൻ പിരിക്കാൻ വന്നല്ലടോ. ഉസ്താദ് എപ്പോഴാണ് നിസ്കരിക്കണേ? ബാങ്ക് വിളിച്ചു 15 മിനിറ്റ് കഴിയുമ്പോൾ ആ ചങ്ങാതി ഇമാമായിട്ട് നിസ്കരിക്കും, ജമാഅത്തായിട്ട് നിസ്കരിക്കും. പക്ഷെ നമ്മളോ, നമ്മുടെ ജോലിയും തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. ഇതാ വ്യത്യാസം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാ. നമ്മൾ നിസ്കരിക്കാറുണ്ട്, പക്ഷേ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. എടാ അങ്ങനെ നിസ്കരിക്കുന്നവനെ, നിസ്കരിക്കാത്തവനല്ല വൈല്, നിസ്കരിക്കുന്നവനാ വൈല്. വൈലെന്ന് പറയുന്ന നരകം അള്ളാഹു പടച്ചു വെച്ചിരിക്കുന്ന ആർക്കാ? ഈ നിസ്കരിക്കുന്നവന് വേണ്ടിയാ. എങ്ങനെ നിസ്കരിക്കുന്നവൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവന് സമയം കിട്ടുമ്പോൾ തോന്നുമ്പോൾ പോയിട്ട് നീ ചിന്തിക്കും, നിന്റെ ഭാര്യ എപ്പോഴാ ളുഹർ നിസ്കരിക്കണേ, നിന്റെ ഭാര്യ എപ്പോഴാ അസ്ർ നിസ്കരിക്കണ എപ്പോഴാ? ഓള് കറിയും ചോറും എല്ലാം വെച്ച് തോലിയെല്ലാം കഴിഞ്ഞ് റൂമൊക്കെ തൂത്തുവാരി അവക്ക് സമയം കിട്ടുമ്പോൾ 2:45 3 മണിക്ക് അടുത്ത് പോയിട്ട് ളുഹറും അസ്റും കൂടെ ഒറ്റയടിയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് നിനക്ക് മട്ടൻ മന്തി വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അല്ല പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. ഇരിക്കണ എല്ലാവർക്കും ഖുർആന്റെ അർത്ഥം പറയുന്നവരാ. അള്ളാഹു പറയുന്നു, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ മക്കളോട് എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മുടെ മക്കളോട് എന്ത് പറയും? എടാ രാത്രി അവൻ 10 മണി വരെ ഇരുന്ന് പഠിച്ചതാ, സുബൈക്ക് നിസ്കരിക്കാൻ വിളിക്കാൻ പറഞ്ഞ വാപ്പ പറയാ അവൻ ഉറങ്ങട്ടെ, രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനുള്ളതല്ലേ, അവൻ ഉറങ്ങട്ടെ. നമ്മള് പറയണ മറുപടിയാ. നമ്മൾ പറയുന്ന മറുപടി, അവൻ രാത്രി 11 മണി വരെ ഇരുന്ന് പഠിച്ചവനാ, പരീക്ഷയ്ക്ക് പോകേണ്ടവനാ, അവൻ ഉറങ്ങട്ടെ, പതുക്കെ വിളിച്ചാൽ മതി. ഇപ്പൊ സുബൈ നിസ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നിട്ട് ഉമ്മ ദുആ ചെയ്യുന്നു, പടച്ചോനെ എൻ്റെ മോനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. രക്ഷപ്പെടും ചങ്ങാതി.
എങ്ങനെ രക്ഷപ്പെടാനാ? നമ്മൾ മനസ്സിലാക്കേണ്ടതാ, എടോ ഇന്ന് മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ അറിവെന്താ? മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, ഉന്നത വിജയം നേടണം, 1ാം റാങ്ക് വാങ്ങണം, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്, ഈ ഇരിക്കണ പ്രായമുള്ളവരൊക്കെ വാപ്പാൻ്റെ അടുക്ക പോയിട്ട് ചെറുപ്പത്തിൽ പറയുമായിരുന്നു, വാപ്പാ എനിക്ക് മുട്ടായി വാങ്ങിത്താ, എനിക്ക് മുട്ടായി വാങ്ങിത്താ. അങ്ങനെ ചോദിക്കാത്ത ആരുമില്ല. നമ്മളൊക്കെ നമ്മുടെ ഉപ്പാനോട് ചോദിച്ചതാ. അള്ളാഹു നമ്മുടെ ഉപ്പമാരിൽ മരിച്ചവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. എന്നാൽ ഇന്നത്തെ മക്കൾ മുട്ടായി അല്ല ചോദിക്കുന്നത്, വാപ്പാ പൈസ താ വാപ്പാന്ന് ചോദിക്കണേ. ഇന്നത്തെ കുട്ടികൾ എന്താ ചോദിക്കണേ? പൈസ തരാൻ. അവർ മുട്ടായി വേണമെന്നല്ല പറയുന്നത്. എന്തുകൊണ്ട്? നമ്മളങ്ങനെ വളർത്തി, നമ്മളങ്ങനെ വളർത്തിയെടുത്തു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, മരിക്കുന്ന കാലം വരെ നീ തലകുത്തി കടന്ന് സമ്പാദിച്ചാലും അതിനകത്ത് ഹറാമ് വരും. ഞാനും നിങ്ങളും തലകുത്തി കടന്ന് ചിന്തിച്ച് എത്ര പരിശ്രമിച്ചാലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ചിലപ്പോൾ ഹറാമ് വരും. അള്ള തരുന്ന ഭക്ഷണത്തിൽ ഒരിക്കലും ഹറാമുണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പം ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഭക്ഷണം വേണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾ ചോദിക്കും, സിറാജ് അപ്പം നാളെ മുതൽ ജോലിക്ക് പോകണ്ട, അള്ള ഭക്ഷണം തരുമോ? നാളെ മുതൽ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് ആര് കൊടുക്കും? എൻ്റെ മക്കൾക്ക് ആര് ചെലവിന് കൊടുക്കും? വല്ലാത്ത ചോദ്യം. എടാ ചങ്ങാതി, നീ മരിച്ചുപോയാൽ ആര് കൊടുക്കൂടാ? നീ മരിച്ചുപോയാൽ നിന്റെ ഭാര്യക്കാരാ ചെലവിന് കൊടുക്കുക, നിന്റെ മക്കൾക്കാരാ ചെലവിന് കൊടുക്കുക. ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ജോലിയുണ്ട്, പക്ഷെ ജോലിക്ക് പോകാനുള്ള ആരോഗ്യം തന്നതാരാ? അല്ല. ആ അല്ല കിടത്തിയ നീ പോവോ? നിനക്ക് ജോലി ബുദ്ധി കിളി പോയാൽ നീ എന്ത് ചെയ്യും? ഇന്ന് വലിയ CEO ആയി വലിയ ഉദ്യോഗസ്ഥനായിരിക്കണം. നിനക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് നിന്റെ ബുദ്ധി അല്ല തിരിച്ചു കളഞ്ഞ എന്തു ജോലി ചങ്ങാതി നിനക്കെല്ലാം തന്നത് അല്ലയാ. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇനി നീ 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഇനി എന്താ വേണ്ടേ? മരിക്കുമ്പോൾ ഈമാനുള്ള മരണം. അള്ളാഹു പറയുന്നു, വൽആഖിബത്തു ലിത്തഖ്വ, ഞാൻ തരാം നിനക്ക് നല്ല മരണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല പറയുന്ന നിനക്ക് നല്ല മരണമല്ലേ വേണ്ട, ഞാൻ തരാം. നീ പറ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയും വെള്ളിയാഴ്ച രാവിലെ മരിച്ചു, അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു ഇങ്ങനെ മരിച്ചു. എടോ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കുന്നവർക്ക് അല്ല കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മരണം ഞാൻ പറയാം. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന മരണമെന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വൽആഖിബത്തു ലിത്തഖ്വാ. അള്ളാഹു പറയുകയാണ്, നിനക്ക് ഞാൻ നല്ല മരണം തരാ. ആ നല്ല മരണത്തിനൊരടയാളം പറയട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. ആ ഹുബൈബ് എന്ന് പറയുന്ന സ്വഹാബി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മുസ്ലിമായതിന്റെ പേരിൽ ഒരിക്കൽ ശത്രുക്കളുടെ കയ്യിൽ കിട്ടുകയാണ് ഹുബൈബിന്. ആ ഹുബൈബിനെ എവിടെ നിന്ന് പിടിക്കുകയാണ്? കൈകാലുകൾ കെട്ടികെട്ട് ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, ഹുബൈബ്, മതം മാറി പഴയ മതത്തിലേക്ക് തിരിച്ചു വാടാ ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമാടാ ഹുബൈബ്, നീ മതം മാറാ. ഹുബൈബ് തങ്ങളോട് പറയുകയാണ്. അവര് പറഞ്ഞു, നിനക്ക് അധികാരം തരാ, നിനക്ക് എത്ര പണം വേണമെങ്കിലും തരാ, നീ കാണിക്കുന്ന പെണ്ണിനെ നിന്റെ കൂടെ കടത്തി തരാ. ഹുബൈബേ, ചെറിയ പ്രായമാടാ, എന്തിനാ ചാകുന്നത്? അതാ ഹുബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന സ്വഹാബി പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ മതം മാറൂല. എന്തു പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോ അവര് പറഞ്ഞു, ഹുബൈബിനെ പരസ്യമായി തൂക്കിലേറ്റണം, ഇവനെ പരസ്യമായി തൂക്കിക്കൊല്ലണം. പടച്ചവനെ, അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തൂക്കിലേറ്റാറ് അവര് തീരുമാനിച്ചടോ. കഴുകുമരം റെഡിയാക്കുകയാണ്, തൂക്കിക്കൊല്ലാനുള്ള കഴുകുമരം റെഡിയാക്കുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു, ഹുബൈബേ,
നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? മരിക്കുന്നതിന് മുമ്പ് വല്ല മോഹവുമുണ്ടെങ്കിൽ പറയടാ, എന്ത് പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. ഉബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, എന്റെ ആഗ്രഹം പറഞ്ഞാ സാധിപ്പിച്ചു തരുമോ? ശത്രുക്കൾ വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. എന്നാ ഉബൈബ് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം. എനിക്ക് മരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? കൂട്ടുകാരാണ് ശത്രുക്കള്, അവിടെ അനുവാദം കൊടുത്തു. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു ഉളുവെടുത്തു, 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. ചെറിയ സൂറത്തുകൾ ഓതിയിട്ടാണ് പാരായണം ചെയ്തിട്ട് നിസ്കരിക്കുകയാണ്. പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞു, സലാം വീട്ടിയിട്ട് ഉബൈബ് തങ്ങൾ സുജൂദിലേക്ക് വീഴുകയാണ്. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എപ്പോ നിസ്കരിക്കുമ്പോഴും വലിയ വലിയ സൂറത്തുകളാണ് ഓതാറ്. ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പടച്ചവനെ, എനിക്ക് വലിയ സൂറത്ത് ഓതണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് പേടിയാണെന്ന്. ഉബൈബ് പേടിച്ചിട്ട് ആരാധന നീട്ടിയെന്ന് ഇവര് കളിയാക്കും പടച്ചവന്. അതുകൊണ്ടാണ് നമസ്കാരം പെട്ടെന്ന് നിർത്തിയത്. ഉബൈബ് തങ്ങൾ സലാം വീട്ടി കഴുകുമരത്തിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അതാ ശത്രുക്കൾ കൈകാലുകൾ കെട്ടുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് ഉബൈബ് ഇബ്നു അദി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കേറ്റി നിർത്തിയിട്ട് കയ്യും കാലും കെട്ടിയടാ ചെറുപ്പക്കാരാ. എന്നിട്ട് മുഖം മറയ്ക്കാൻ പോകുമ്പോ ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു, അവന്റെ മുഖം മറയ്ക്കണ്ട, അവന് ചാകുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ, അവൻ കിടന്ന് നിലവിളിക്കുന്നതെല്ലാവരും ഒന്ന് കാണട്ടെ, അതുകൊണ്ട് അവന്റെ മുഖം മറയ്ക്കണ്ട. ഉബൈബ് തങ്ങളുടെ മുഖം മറച്ചില്ല. അവസാനം കയ്യും കാലും കെട്ടി ഉബൈബ് തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ടു. എന്നിട്ട് കഴുത്തിൽ കയറിട്ട് മുറുക്കുമ്പോ അവസാനമായി ശത്രുക്കൾ ചോദിച്ചു, ഉബൈബ്, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ, നിന്നെ കൊല്ലാൻ മനസ്സു വരുന്നില്ല, നീ ഞങ്ങളുടെ ചങ്ങാതിയാണ്, നിന്നെ കൊല്ലാൻ തോന്നുന്നില്ലടാ ഉബൈബ്, അതുകൊണ്ട് നീ മതം മാറണ്ട, നീ ഒരിക്കലും മതം മാറണ്ട. മുഹമ്മദിനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമടാ ഉബൈബ്, എന്തെങ്കിലും ഒന്ന് പറയടാ. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എന്നെ കൊന്നാലും ഞാൻ പറയൂല, എന്നെ കൊന്നാലും ഞാൻ പറയൂല. അവസാനം പടച്ചവനെ ഉബൈബ് തങ്ങൾ പറയുകയാണ്, എന്നെ വെട്ടിക്കൊല്ലണോ അതാ തൂക്കിക്കൊല്ലണോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊന്നോ, ഒരിക്കലും നബി തങ്ങളെ കുറിച്ച് ഞാനൊരു മോശമായ വാക്ക് പറയില്ല എന്ന് പറയുമ്പോ ശത്രുക്കൾ കുന്തം കൊണ്ടുവന്ന് ഹുബൈബിന്റെ വയറ്റിൽ കുത്തിയിറക്കുകയാണ്, നെഞ്ചിൽ കുത്തിയിറക്കുകയാണ്. ജീവനോടെ നിൽക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ആ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ. ആ ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിൽ കയറിട്ട് മുറുക്കുന്നുണ്ട്. പടച്ചവനെ, ശരീരത്തിൽ നിന്ന് പച്ച ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു കഴുകുമരത്തിൽ നിന്ന് കരയുന്നുണ്ട്. ആ കണ്ണ് നിറയുന്നുണ്ട്. ഉബൈബ് തങ്ങൾ കഴുകുമരത്തിൽ കിടന്ന് പിടയുമ്പോ താഴെ നിന്ന് കളിയാക്കുകയാ, താഴെ നിന്ന് ചിരിക്കുകയാ, അവരാ മരണം കണ്ടാസ്വദിക്കുകയാ. പടച്ച റബ്ബേ, അപ്പോഴാണ് ആകാശലോകത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വരികയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ.
ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. കഴുകുമരത്തിൽ കിടന്ന് മരണപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിനോട് ചോദിക്കുന്നു, ഹുബൈബേ എന്തിനാടാ പേടിക്കുന്നത്, എന്തിനാടാ വിഷമിക്കുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, കരയല്ലേ ഹുബൈബ്, പേടിക്കല്ലേ ഹുബൈബ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാ, നിന്നെ കളിയാക്കുന്നടാ ഹുബൈബ്, എല്ലാവരും കളിയാക്കുന്നടാ ഹുബൈബ്, അതുകൊണ്ട് വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കഴുകുമരത്തിൽ കിടന്ന് തൂക്കുകയറിൽ കിടന്ന് മരിക്കുന്ന ആ മരണപ്രാളത്തിൽ പിടയുന്ന ഹുബൈബിനോട് പറയുന്നു, വിളിച്ചു പറയടാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹുബൈബ് തങ്ങളെ സഹാദത്ത് കലിമ വിളിച്ചു പറയുമ്പോ അതുവരെ കളിയാക്കിയവന്മാര്, അതുവരെ പടച്ചവനെ ചിരിച്ചുകൊണ്ടിരുന്നവർ ഇടിത്തി വീണതുപോലെയാണ്. സഹാദത്ത് കരിമ പറഞ്ഞപ്പോ അവരുടെ ഹൃദയം കിടുങ്ങുകയാണ്. അവര് പേടിച്ചു പോയടോ, അവര് ഭയന്നു പോയടോ. ഈ വഅദ് കേൾക്കാമെന്ന സഹോദരങ്ങളോട് എത്ര ജോലി തിരക്കാണെങ്കിലും പാതിരാത്രി 1 മണിക്ക് പോയി കിടന്നാലും വെളുപ്പാങ്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനന്നൗം ബാങ്ക് വിളിക്കും നിസ്കരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു നിനക്ക് തരുന്ന മരണം എന്തെന്നറിയോ? നീ ലോകത്ത് എവിടെ കിടന്നു മരിച്ചാലും സഹാദത്ത് കലിമ പറഞ്ഞു തരാം നിനക്കാള് വേണ്ട. വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കുടുംബക്കാരോ ഒരാളുടെയും ആവശ്യം നിനക്കില്ലടോ. നിനക്കാര് പറഞ്ഞു തരുമെന്നറിയോ? സഹാദത്ത് കലിമ ആര് പറഞ്ഞു തരുമെന്നറിയോ? അല്ലാഹുവേ, നിന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കുകൾ നിനക്ക് സഹാദത്ത് കലിമ പറഞ്ഞു തരികയാ. അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു തരും, ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് സഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. പടച്ചവനെ ഹുബൈബിനോട് പറഞ്ഞു ചിരിക്കടാ. തൂങ്ങി മരിക്കുന്നവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കണ്ണ് തള്ളുമല്ലോ, നാവ് കടിച്ചു മുറിക്കുമല്ലോ, മലമൂത്ര വിസർജനം നടത്തുമല്ലോ, മുഖമൊക്കെ വല്ലാതെ കറുത്തു പോകുമല്ലോ. അവന്റെ മുഖം കാണാൻ പേടിയാടോ. എന്നാ കഴുകുമരത്തിൽ കിടക്കുന്ന ഹുബൈബിനെ കാണാൻ വല്ലാത്ത തിരക്കായിരുന്നു. കാരണം ഹുബൈബിന്റെ മുഖത്ത് ചിരിയായിരുന്നു. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഹുബൈബ് കിടക്കുകയാണ്. കഅബാലയത്തിന്റെ നേരെയാ ഹുബൈബിന്റെ തലയിരുന്നത്. പടച്ചവനെ, മരിച്ചു കിടക്കുന്ന ഹുബൈബിന്റെ ചിരി കണ്ടിട്ട് ദീനിലേക്ക് കടന്നു വന്നവരുണ്ട്. അവസാനം ഹുബൈബ് റളിയല്ലാഹു തആല കഅബാലയത്തിന്റെ നേരെ തല വെച്ചിട്ട് അതാ ഷഹീദായി കിടക്കുകയാണ്. റബ്ബേ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യമായി. ഹുബൈബിന്റെ ജനാസ പോലും കൊടുക്കരുത്, മുഹമ്മദിനും അനുയായികൾക്കും കുടിച്ചിടാൻ പോലും ഈ ജനാസ പോലും കൊടുക്കരുത്. കൊണ്ടുപോയി കെട്ടി തൂക്കിയിടുകയാണ്. അല്ലാഹുവേ, നബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടമായി, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സങ്കടമായി. നബിതങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ആരാ എന്റെ ഹുബൈബിനെ പോയെന്ന് ഖബറടക്കുന്നത്? ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ പോകാൻ നബിയേ, ഞാൻ പോകാൻ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ അനുവാദം കൊടുത്തു. ആ ചെറുപ്പക്കാരനായ സ്വഹാബി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ശത്രുക്കൾ കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാവല് നിൽക്കുന്ന ശത്രുക്കൾ കള്ളു കുടിക്കുകയാണ്. ആ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് ഓടി വരികയാ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി വന്നിട്ട് കള്ളു കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ശത്രുക്കളോട് ചോദിക്കുകയാണ്, എവിടെ ഹുബൈബിന്റെ തല, എവിടെ ഹുബൈബിന്റെ തല, എവിടെ? ആ ശത്രുക്കൾ ചോദിച്ചു, പെണ്ണേ, ഈ ചത്തു പുഴുത്തു കിടക്കുന്ന ഹുബൈബിന്റെ തല നിനക്കെന്തിനാ?
ഈ ചത്തവന്റെ തല നിനക്കെന്തിനാ? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഹുബൈബിന്റെ തലയോട്ടി വെട്ടിപ്പൊളിച്ചിട്ട് അവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിട്ട് വന്നതാണ്. എനിക്കവന്റെ തലയോട്ടിക്കകത്ത് കള്ളൊഴിച്ചു കുടിക്കണം. നിങ്ങൾ ആരാ മുറിച്ചു കൊണ്ട് തരുന്നത്? നിങ്ങളിൽ ആരാണോ ഹുബൈബിന്റെ ജനാസ, ഹുബൈബിന്റെ തല കൊണ്ട് തരുന്നത്? അവന് ഞാൻ എൻ്റെ ശരീരം തരാമെന്ന് പറഞ്ഞ് തൻ്റെ മാറിടം തുറന്നു കാണിക്കുകയാ. റബ്ബേ, ആ പെണ്ണിന്റെ ശരീരം കണ്ടപ്പോ കള്ളു വലിച്ചെറിഞ്ഞിട്ട് അരയിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ തല വെട്ടാൻ പോവുകയാണ്. സ്വഹാബി പറയുകയാ, ഈന്തപ്പന മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി മുകളിൽ ചെന്ന് നോക്കുമ്പോ തലവെട്ടാൻ പോയവന്മാര് മുഴുവനും ജീവനും കൊണ്ടോടുകയാണ്. എന്താണ് നടന്നതെന്നറിയില്ല, എന്താണ് സംഭവിച്ചതെന്നറിയില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞു. അവസാനം ആ മുകളിൽ നിന്ന്, മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ റബ്ബേ, ജനാസ കാണുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാ, നബി തങ്ങളുടെ മുമ്പിലേക്ക് ഓടിച്ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ജനാസ കാണുന്നില്ല നബിയേ, ജനാസ കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബാ, എന്റെ ഹുബൈബിനെ കബറടക്കി സ്വഹാബാ. ആരാ നബിയേ? ഹുബൈബിനെ കബറടക്കിയത് ആരാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? 5 നേരം നിസ്കരിക്കുന്ന ഉപ്പമാരെ, സഹോദരങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന മരണമാ പറഞ്ഞത്. 1 മലക്കുകൾ ശഹാദത്ത് കലിമ പറഞ്ഞു തരും. 2 നിന്റെ മുഖത്ത് പ്രകാശമാണ്. മോനെ, നിനക്ക് അല്ലാഹു നല്ല മരണം തരികയാണ്. പടച്ചവനെ, ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ ആരാ കബറടക്കിയതെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകൾ കബറടക്കിയെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ പോലും കബറടക്കിയത് മലക്കുകളാ. നമ്മുടെ കൂട്ടത്തിലും പലരും മരിക്കുമ്പോൾ പടച്ചവനെ എങ്ങനെ അല്ലാഹു വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം കൊടുത്തത്? എന്തേ പടച്ചവനെ, എവിടുന്ന ഈ ആള് വന്നത് എന്നൊക്കെ നമ്മൾ പോലും ചോദിക്കുന്ന രീതിയിൽ അള്ളാഹു ചിലർക്ക് നല്ല മരണം കൊടുക്കും. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനാ പറഞ്ഞത്, അള്ളാഹിൻ്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്, നിങ്ങൾ 5 നേരം നിസ്കരിക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, VVIPയുടെ മരണമാണോ? എന്തായാലും 5 നേരം നിസ്കരിക്കുന്ന എൻ്റെ ചെറുപ്പക്കാരോട് എത്ര തിരക്കുണ്ടെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു ദിവസം നീ മരിക്കും. അന്ന് നിൻ്റെ ജനാസ പള്ളിയിൽ കൊണ്ടു ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ആ പള്ളി നിറയെ ആളുണ്ടാകും. അള്ളാഹുവിൻ്റെ മലക്കുകൾ വരും നിന്നെ കബറടക്കാൻ. അള്ളാഹു നമുക്ക് അങ്ങനെയുള്ള ഒരു മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ നീ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായിട്ടല്ലാതെ നീ മരിക്കാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതിനുവേണ്ടിയുള്ള പരിശ്രമം, അതിനുള്ള വഴിയാണ് 5 നേരം നിസ്കരിക്കുക. 5 നേരം നമ്മൾ നിസ്കരിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അൽഹംദുലില്ലാ, ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ 30 വർഷക്കാലമായിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മംഗലാപുരത്ത് ഉടുപ്പിയിൽ ഞാൻ വാഴ്ന്നിന് പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോയിരുന്നു. അൽഹംദുലില്ലാ, മനോഹരമായ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനം കണ്ടു. അൽഹംദുലില്ലാ, അള്ളാഹു ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇവരുടെയൊക്കെ പരിശ്രമമാണ്. ഏകദേശം 30 വർഷക്കാലമായി. സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഈ സ്ഥാപനം, ഞാൻ വരുന്ന വഴിയിലൊരു സ്ഥാപനത്തിൽ കയറി എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഏതോ അറബികൾ നടത്തുന്ന സ്ഥാപനമാണെന്ന്. സത്യം പറഞ്ഞാൽ, കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രവാസികളായ സഹോദരങ്ങൾ 30 വർഷക്കാലമായി അൽഹംദുലില്ലാ
അവരവരെ കൊണ്ട് കഴിയുന്ന അവരുടെ പരിശ്രമങ്ങളിലൂടെ അൽഹംദുലില്ലാ സ്ഥാപനം ഇന്ന് വലിയ വലിയ എത്രയോ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമായി മാറി. അൽഹംദുലില്ലാ. അള്ളാഹു ഖിയാമത്ത് നാളുവരെ അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അൽഹംദുലില്ലാ, നമ്മൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും അൽഹംദുലില്ലാ എന്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ആ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണം. അതിൻ്റെ മുന്നോട്ടുള്ള ഗമനങ്ങൾക്ക് വേണ്ടി അൽഹംദുലില്ലാ ചെയ്തു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനോടൊപ്പം വെറും സഹായം മാത്രമല്ല, അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി അതിങ്ങനെ അൽഹംദുലില്ലാ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാ നിങ്ങളെയൊക്കെ കാണാനും ഞാൻ ആദ്യമായിട്ടാണ് ഇത് ദമാമിൽ വരുന്നത്. ഉംറയ്ക്കും മക്കയും മദീനയൊക്കെ വരുമെങ്കിലും ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ട് അൽഹംദുലില്ലാ എല്ലാവരും വന്നൊന്ന് കാണുവാനും ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ കാണുവാനും നിങ്ങളോട് ദുആ വസിയ്യത്ത് ചെയ്യുവാനും നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്ന് ഇൻഷാ അല്ലാഹ് ഓടി വാ. അൽഹംദുലില്ലാ പെട്ടെന്ന് എഴുന്നേറ്റ് വാ, ദുആ ചെയ്യാം. പെട്ടെന്ന് അൽഹംദുലില്ലാ കഴിഞ്ഞു. എല്ലാവരും നിങ്ങളിരിക്കണം, എല്ലാവരും അൽഹംദുലില്ലാ. ചങ്ങായിമാരെ ഇങ്ങോട്ട് കയറി ദുആ ചെയ്യാൻ ഇത്രയും നേരം കയറാൻ പറഞ്ഞില്ല. നിങ്ങളോട് ആരോടും ഇത്രയും നേരം കയറിയിരിക്കാൻ ഞാൻ പറഞ്ഞില്ല. ഞാനൊരു യാത്രക്കാരനാ. നാളെ ഞാൻ ഉംറയ്ക്ക് പോകാം. അപ്പോൾ യാത്രക്കാരൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്നാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ ദുആയിൻ്റെ പവർ അറിയോ? ഇപ്പം എന്താ കാപ്പ നിങ്ങളുടെ സ്ഥാപനിക്കുന്ന സ്ഥലപ്പേരെന്താ? മൂളൂർ. ഞാൻ അവിടെ വഴുതിന് പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം പറയാം. നിങ്ങൾ കയറുക ചങ്ങായിമാരെ. ഇപ്പം ഈ സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ വഴുതിന് പോയേ, കാപ്പിൽ. ഞാനവിടെ വഴുതിന് പോയപ്പോൾ നല്ല കാലാവസ്ഥ. ഭക്ഷണം കഴിക്കണം, വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരല്ലേ, തെറ്റുപറ്റും. ദുആ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, അള്ളാഹു പരിപാടിയൊക്കെ നീ വിജയിപ്പിക്കണം പടച്ചവനെ, കാലാവസ്ഥ നീ അനുകൂലമാക്കല്ലേ അല്ലാ എന്ന്. അനുകൂലമാക്കണേ എന്നതിന് പകരം എന്ത് പറഞ്ഞു? അനുകൂലമാക്കല്ലേ അല്ലാന്ന്. അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷെ ദുആ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഉസ്താദന്മാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കി. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ആ വീട്ടുകാർക്ക് മനസ്സിലായി കാണത്തില്ല, അവരും മലയാളം കൂടുതൽ അറിയാത്തവരായതുകൊണ്ട്. അങ്ങനെ ദുആ എല്ലാം കഴിഞ്ഞു. അപ്പം എന്നെ എല്ലാവരും നോക്കി. എന്താ സിറാജ് നീ ഇങ്ങനെ, എന്താ ഉസ്താദെ മാറിപ്പോയി ദുആ ചെയ്യുന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. സത്യം പറഞ്ഞാൽ വണ്ടിക്കകത്ത് കയറിയതും ഗ്ലാസ്സിൽ വെള്ളം വീഴുന്നുണ്ട്. ആ ദുആ ചെയ്തിട്ട് വണ്ടിക്കകത്ത് കയറിയപ്പോൾ എന്ത് വീഴുന്നുണ്ട്? ഗ്ലാസ്സിനകത്ത് മഴത്തുള്ളി വീണുന്നു. അപ്പം എൻ്റെ കൂടെ വന്നവർ കളിയാക്കി, വല്ലാത്ത ഇജാബത്താ മഹാനായിപ്പോയെന്ന്. എൻ്റെ കൂടെ വന്ന ഉസ്താദന്മാരും കൂടെ പറഞ്ഞു, ഇത്രയ്ക്ക് ഇജാബത്തുണ്ടോയെന്ന് അറിയില്ല എന്ന്. സത്യം പറഞ്ഞാൽ തൊട്ട് മുമ്പോട്ട് പോയപ്പോൾ ഒരു സംഘാടകൻ പറഞ്ഞു, ഉസ്താദെ എൻ്റെ വീട്ടിലൊന്ന് കയറണമെന്ന്. ഞാൻ അവിടെ കയറിയിട്ട് തിരിച്ചു ദുആ ചെയ്തു, അല്ലാ നീ മഴ മാറ്റി തരണേന്ന്. സത്യം പറഞ്ഞ സഹോദര, ഇടി ഭയങ്കര മഴയായിരുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ച് അവരൊരു പരിപാടി വെച്ചു. പക്ഷേ ഇങ്ങനെ ദുആ ചെയ്തു, മഴ പെയ്തു. എന്നിട്ട് ഞാൻ വിട്ടുകൊടുത്തില്ല, നേരെ സ്റ്റേജിൽ പോയി. സ്റ്റേജിൽ ചെല്ലുമ്പോൾ വിഐപികളൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ വഅദ് തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് അങ്ങോട്ട് ദുആ ചെയ്ത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അള്ളാഹു മഴ മാറ്റി. അൽഹംദുലില്ലാ കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഞാൻ പറയുന്നത് യാത്രക്കാരൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ? നമ്മൾ പറയുന്ന ഒരു വാക്ക് എപ്പോഴാണ് അള്ളാഹ് കേൾക്കണമെന്നറിയില്ല. ചിലപ്പോൾ ചുമ്മാ പറയണേയായിരിക്കും, പക്ഷെ അത് റബ്ബ് കേൾക്കും. അതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ 40 പേരിൽ കൂടുതലുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ദുആ ചെയ്യാം. നമ്മുടെ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പോൾ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിൽക്കണ ചങ്ങായിമാർക്കൊന്നും ദുആ വേണ്ടേ? ഇങ്ങോട്ട് അടുത്ത് തന്നെ ഇങ്ങോട്ട് കയറിക്കേ. ഒന്നീ നിങ്ങളിങ്ങോട്ട് കയറുക, അല്ലെങ്കിൽ പൊക്കോളി. ചായയും കടിയൊക്കെ നിർത്തടോ. സുബ്ഹാനല്ലാഹ് എല്ലാം നിർത്തിക്കോ. ഇനി കുടിച്ചതിൻ്റെ പേര് ചിലപ്പം അങ്ങ് പോകേണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതൊക്കെ വലിയ വലിയ മോലാളിമാർ ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഞാനെന്തോ പറയാം, 30, 40, 300 ഏക്കർ വരെ വാങ്ങണമെന്നാണ് മറ്റേ ചങ്ങാതി പറഞ്ഞ് അല്ലേ അവിടെ പ്രസംഗിച്ച. 300 ഏക്കർ കിട്ടണം. അൽഹംദുലില്ലാ. ഇപ്പോൾ ഏക്കറൊക്കെ എന്താപ്പാ, കർണാടക കിടക്കുന്നവർക്ക് എന്ത് ഏക്കർ. അൽഹംദുലില്ലാ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്തൂടെ? അപ്പോൾ ഇൻഷാ അല്ലാഹ് സ്വർഗം വേണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വേണോ?
അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ദുനിയാവ് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? ഏതും കൂടെ രക്ഷപ്പെടണം? ആഖിറം കൂടെ. അപ്പോൾ ദുനിയാവും രക്ഷപ്പെടണം, ആഖിറവും രക്ഷപ്പെടണം. ഞാൻ പറയുന്ന 3 ആയത്ത് പാരായണം ചെയ്ത ഇത് രണ്ടും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു 3 ആയത്ത് പറഞ്ഞു തരാം. ഈ 3 ആയത്ത് പാരായണം ചെയ്ത ദുനിയാവും രക്ഷപ്പെടും, പറ കാക്കാമാരെ, ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഈ 3 ആയത്തെന്ന് പറയുന്നത് നീ പേടിക്കൊന്നും വേണ്ട. ഇനി ഇയാൾ വലിയ ബക്കറയിലെ വല്ല ആയത്തും പറഞ്ഞാലോ, ഇത് 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന് പള്ളിയിലൊന്നും പോകണമെന്നില്ല. ഈ 3 ആയത്തുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ നമ്മൾ ഓതാറില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓതുവോ? ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ ഇത്രയും കാരണം എനിക്ക് നല്ല വിഷമമുണ്ട് ഇന്നത്തെ വയതിന്. കാരണം എൻ്റെ ഉമ്മ ICU കിടക്കുക. അള്ളാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് നല്ല വിഷമമുണ്ട്. കാരണം ഉമ്മായ്ക്ക് പെട്ടെന്ന് വയ്യാതെ ഞാൻ വയതിന് കയറുമ്പോൾ ഉമ്മാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് പറയും. കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും ശിഫയും കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ പറഞ്ഞത് ഈ 3 ആയത്ത് പാരായണം ചെയ്താൽ നമ്മുടെ ദുനിയാവ് ആഖിറവും രക്ഷപ്പെടും. ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യോ? ഏതാ ഈ 3 ദുആ? നമ്മൾ 3 ആയത്ത് നമ്മൾ പള്ളിയിൽ ദുആ ചെയ്യും അല്ലേ? ദുആ പറയും. ഉസ്താദ്മാർ ദുആ ചെയ്യാറില്ലേ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പറയടോ, അങ്ങനെ ദുആ ചെയ്ത് ദുആ നിർത്തണേ എങ്ങനാ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക. തീർന്നോ? എനിക്കതാ കേൾക്കേണ്ടത്. തീർന്നോന്നാ ഞാൻ ചോദിച്ചേ. ഇനി എന്താ പറയുന്നത്? സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. തീർന്നോ? ഇനിയാ പറയേണ്ടത്. തീർന്നോ? ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അല്ലേ? സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. ഇനി എന്താ? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമൻ അലൽ മുർസലീന. ഇത് 3 ആയത്ത സൂറത്ത് സ്വാഫാത്ത്. യാസീൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്ത്. ആ സൂറത്തിലെ 3 ആയത്തുകളാണ് ഏത്? സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമൻ അലൽ മുർസലീന വൽഹംദ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്തതിന് ശേഷം ഈ 3 ആയത്തുകൾ പാരായണം ചെയ്താൽ അവൻ്റെ ദുനിയാവോ ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ.